നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഏവരെയും വാർത്തകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം. ഇത്തവണ നടുക്കിയത് കൊച്ചിയെയാണ്. ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോയ യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തി. കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധത്തിനൊടുവിൽ നാട്ടുകാരുടെ ആവശ്യങ്ങളിൽ ഉറപ്പു നൽകി ജില്ലാ കളക്ടർ. പ്രതിഷേധം തുടങ്ങി 7 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യത്തിലടക്കം നാട്ടുകാർക്ക് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയത്. അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ നൽകുമെന്ന് അറിയിച്ചു. ഇതിൽ 5 ലക്ഷം രൂപയുടെ ചെക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തതോടെയാണ് പ്രതിഷേധം താൽക്കാലികമായി നാട്ടുകാർ അവസാനിപ്പിച്ചത്. നാട്ടുകാർ ആവശ്യപ്പെട്ട പ്രകാരം ട്രഞ്ചുകളുടെ നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങും. പ്രദേശത്ത് വൈദ്യുത വിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടികളും ഇന്നു മുതൽ തുടങ്ങും. സോളാർ ഫെൻസിംഗിന്റെ ജോലികൾ 21-ന് തുടങ്ങും. തൂക്ക് സോളാർ വേലി സ്ഥാപിക്കും. ഉറപ്പ് നൽകിയ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നേരിട്ടെത്തി 27-ന് അവലോകന യോഗം ചേരുമെന്നും കളക്ടർ പ്രതിഷേധിച്ച നാട്ടുകാർക്ക് മുന്നിലെത്തി ഉറപ്പ് നൽകി. തുടർന്ന് മൃതദേഹം അപകടം നടന്ന സ്ഥലത്തു നിന്നും കോതമംഗലം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം കോതമംഗലത്ത് ഇന്ന് 3 മണിക്ക് പ്രതിഷേധ റാലിയിൽ മാറ്റമുണ്ടാകില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. നേരത്തെ സംഭവ സ്ഥലത്തേക്ക് എത്തി കളക്ടർക്കും MLAയ്ക്കും നേരെ നാട്ടുകാർ ശക്തമായ രോഷം പ്രകടിപ്പിച്ചിരുന്നു. നീണ്ട നേരത്തെ ചർച്ചയ്ക്കൊടുവിലാണ് സമവായത്തിലെത്തിയത്. അതേസമയം സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി കോതമംഗലം MLA മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു. കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് കോതമംഗലം MLA മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നത്. ഈ വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ പലപ്പോഴായി പറഞ്ഞിട്ടും സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഫെൻസിംഗ് പൂർത്തിയാക്കുകയോ RRTA അയക്കുകയോ ചെയ്തില്ല. സർക്കാരിന്റെയും വനവകുപ്പിന്റെ വൻ പരാജയമാണിത്. അലസതയും അലംഭാവവുമാണ് വീണ്ടും മരണമുണ്ടാകാൻ കാരണം. ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉറപ്പ് നൽകാതെ മൃതദേഹം ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ സമ്മതിക്കില്ല. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഹർത്താലിന് ആഹ്വാനം ചെയ്ത MLA ഇന്ന് വൈകിട്ട് കോതമംഗലത്ത് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പറഞ്ഞു. അതേസമയം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണം നടന്ന സ്ഥലത്ത് സോളാർ ഫെൻസിംഗിന് കാലതാമസം ഉണ്ടായതിന്റെ കാരണം അന്വേഷിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വേദനാജനകമായ സംഭവമാണിത്. ജനത്തെ ഭീതിയിലാക്കുന്നതാണ് സംഭവമെന്നും മന്ത്രി പറഞ്ഞു. സംഭവ സ്ഥലത്തേക്ക് എത്തി കളക്ടർക്കും MLAയ്ക്കും നേരെ നാട്ടുകാർ ശക്തമായ രോഷം പ്രകടിപ്പിച്ചു. ഇടയ്ക്ക് മൃതദേഹം മാറ്റാനുള്ള ശ്രമം സംഘർഷത്തിലേക്ക് നയിച്ചു. സോളാർ ഫെൻസിംഗ് ജോലികൾ ഉടൻ തന്നെ തുടങ്ങണമെന്നും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക, ധനസഹായം ഇന്ന് തന്നെ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ചത്. കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്ത MLA വൈകിട്ട് കോതമംഗലത്ത് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.